ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൻ്റെ പറ്റിയാണ്. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ മറക്കല്ലേ. അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുവാണെങ്കിൽ ഈ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം അല്ലേ. ഹോം പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഫാർമസിയിൽ തന്നെ നമുക്ക് ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്ത് വാങ്ങാം. നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രഗ്നൻസി കിറ്റ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിത് വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടി റെസ്പോൺസിബിൾ ആയ ഒരു ഹോർമോൺ ഉണ്ട്, അതാണ് HCG ഹോർമോൺ. ഈ HCG ഹോർമോണിനെ പറയുന്നത് ഹ്യൂമൻ കൊറിയോണിക് ഗൊനാട്രോഫിൻ എന്നാണ്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ മാറും, അതുകൊണ്ട് നമുക്ക് ഷോർട്ടായിട്ട് ഇതിനെ HCG ഹോർമോൺ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു HCG ഹോർമോണിൻ്റെ ലെവൽ കൂടുമ്പോഴാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പീരിയഡ് മിസ്സായി കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ചെയ്യുമ്പോൾ രാവിലെ എനിക്ക് ആദ്യത്തെ യൂറിൻ വേണം നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കാൻ. കാരണം ആ യൂറിനിലായിരിക്കും കൂടുതൽ അത് ഒരു കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയതുകൊണ്ട് അതിൽ നമുക്ക് HCGയുടെ ലെവൽ നന്നായിട്ട് അക്യുറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് യൂറിൻ മാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സാമ്പിളിലും നമ്മുടെ HCGയുടെ ലെവൽ കൂടിയിരിക്കും. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ HCGയുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു എംബ്രിയോ പോയി ചെന്ന് യൂട്രസ് ലൈനിങ്ങിൽ അറ്റാച്ച് ആകുമ്പോഴാണ് HCGയുടെ ലെവൽ ഒന്ന് കൂടുന്നത്. അപ്പോഴാണ് നമുക്ക് പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ പറ്റുന്നത്. ഇത് സംഭവിക്കുന്നത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6-12 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നമ്മളൊരു 19 ദിവസം കഴിഞ്ഞിട്ട് ഈ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഒരു 19 ഡേയ്സ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് HCGയുടെ ഒരു ലെവൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ നെക്സ്റ്റ് മന്ത് നമ്മുടെ പീരിയഡ്സ് മിസ്സായി കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ ചിലപ്പോഴൊക്കെ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർക്ക് മാത്രമേ അക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. പക്ഷേ നമ്മൾ ഈ പീരിയഡ് മിസ്സായി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 99% റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ HCGയുടെ ലെവൽ ഒന്ന് നല്ല കൂടുതലായിട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ രാവിലെ എണീക്കുന്ന ആദ്യത്തെ ആ യൂറിനിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ യൂറിനിലായിരിക്കും HCGയുടെ ലെവൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന മുന്നേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലെ എണീറ്റുണ്ടെങ്കിൽ തന്നെ കുറേ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ ഒന്നും കുടിക്കരുത്. കാരണം ആ സമയത്ത് HCGയുടെ ലെവൽ ഡൈല്യൂട്ട് ആയി പോവും. അതുപോലെ തന്നെ വാങ്ങുന്ന കിറ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം വാങ്ങുന്നത്. അപ്പോൾ ബെസ്റ്റ് ബിഫോർ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുള്ള കാര്യങ്ങളൊന്നും വാങ്ങാതിരിക്കുക. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന മുന്നേ ഫസ്റ്റ് നമ്മൾ ഈ കിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് വയ്ക്കുക. അത് ഷെയ്ക്ക് ഒന്നും ചെയ്യല്. അത് കാരണം ഷെയ്ക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് മാറും. അതുകൊണ്ട് ഷെയ്ക്ക് ചെയ്യാതിരിക്കുക. അതിൻ്റെ മുന്നേ നമ്മൾ ഇൻസ്ട്രക്ഷൻ നന്നായിട്ട് വായിക്കണം. കാരണം ഇൻസ്ട്രക്ഷൻ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ നന്നായിട്ട് വായിച്ചിട്ട് അതിലെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ രീതി വേണം ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം ഈ ഒരു കിറ്റ് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ കിറ്റ് എടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലീൻ ബോട്ടിലിൽ യൂറിൻ കളക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ കിറ്റിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രോപ്ലർ തന്നിട്ടുണ്ട്. ആ ഡ്രോപ്ലറുടെ സഹായത്തോടെ ഈ യൂറിൻ ഡ്രോപ്പ് ആയിട്ട് എടുത്തിട്ട് ആ ഡ്രോപ്പ് അതിനകത്ത് എഴുതി ഇൻസ്ട്രക്ഷൻ ബോക്സിൽ 2 ഡ്രോപ്പ് അല്ലെങ്കിൽ 3 ഡ്രോപ്പ് എന്ന് എഴുതിയിരിക്കും. അത് അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ഡ്രോപ്പ് സാമ്പിളിലുള്ള ആ സ്ഥലത്ത് ഒഴിക്കാൻ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ നന്നായിട്ട് വായിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ കാണും 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് വരും. 2 ലൈൻ ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അർത്ഥം. 1 ലൈൻ ഡാർക്ക് ആണെങ്കിൽ നെഗറ്റീവ് ആണ് റിപ്പോർട്ട്. ഇപ്പോൾ 1 ലൈന് ഡാർക്കും 1 ലൈറ്റ് ലൈറ്റായിട്ട് പിങ്ക് ആണെങ്കിൽ നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വിഷമിക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഹെൽത്ത് നന്നായി സൂക്ഷിക്കുക. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് നല്ലൊരു ഡോക്ടറിനെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി ചെന്ന് ഡോക്ടറിനോട് പറയുക. അപ്പോൾ ഡോക്ടർ ഫിസിക്കലി ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നല്ല ഹെൽത്തി മെഡിസിനും നല്ല ഹെൽത്തി ഫുഡൊക്കെ പറഞ്ഞു തരും. അതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യണം. ഇനിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നെഗറ്റീവ്
റിപ്പോർട്ടാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഹാപ്പി ന്യൂസ് കിട്ടും. എപ്പോഴും സന്തോഷത്തോടെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പം നിങ്ങൾക്കും ഇനി ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നല്ല ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട, ഡിപ്രസ് ഒന്നും ആവണ്ട. അപ്പം നന്നായിട്ടിരിക്കുക, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക, നന്നായിട്ട് കഴിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.